കല്ലമ്പലത്ത് നടത്തിയൊരു മേള, അതിൽ അഴിമതി ഒക്കെ വന്നപ്പോൾ അതിൽ അഴിമതി ആരോപണം വന്നു. അതിൽ രൂക്ഷമായ അഭിപ്രായഭിന്നത BJPയുടെ തന്നെ ഭരണസമിതി അംഗങ്ങളിലുണ്ടായി. അവരിൽ നിന്ന് 2 പേര് രാജിവെച്ചു. അവിടെ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ, CPMൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അങ്ങനെ വരവാരം പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റം വന്നു. പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നു. അവിശ്വാസം അഴിമതിക്കെതിരെയുള്ള അവിശ്വാസമായിരുന്നു. അവിശ്വാസത്തിലുള്ള പ്രസിഡന്റ് സ്ഥാനപ്രശ്നമാക്കപ്പെട്ടു. നമസ്കാരം. കലവാരം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ ചേട്ടൻ ഇപ്പോൾ കാണാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വന്നപ്പോൾ ചേട്ടൻ ഒരു നോട്ടീസൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. കലവാരം ഗ്രാമപഞ്ചായത്ത് നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ BJP ഭരണമായിരുന്നു. 2 പേര് രാജിവെച്ചു. തുടർന്ന് ബൈ ഇലക്ഷൻ നടന്നു. ഇപ്പോൾ ഭൂരിപക്ഷം നഷ്ടമായി. അങ്ങനെ CPMിൽ ഭരണം ഇപ്പോൾ ഉള്ളത് LDF ജനതാദളാണ് പ്രസിഡന്റ്. അങ്ങനെ ഒരുപാട് നാടകീയമായ സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ് കലവാരം ഗ്രാമപഞ്ചായത്ത്. എന്തായാലും സുഭാഷ് ചേട്ടൻ എന്തൊക്കെ നമ്മൾ പറയാനുണ്ട്? എന്താ കാര്യം എന്നുള്ള ഒരു നോട്ടീസ് ഞാൻ വായിച്ചു നോക്കി. ആരൊക്കെ പ്രതിത്വം ഏറ്റെടുക്കുന്നൊക്കെയാണ് പുറത്തേക്കുന്നത്. ഈ നോട്ടീസ് സംബന്ധിച്ച് 4 വർഷം 2020 പുതിയ ഭരണസമിതി വന്നത്. അതിനു മുമ്പ് ഭരണസമിതി സ്ഥാപിച്ച നല്ല നേട്ടങ്ങളൊക്കെ തന്നെ ഈ 4 വർഷം കൊണ്ട് അവർ തകർക്കുകയാണ് ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചൂർ കട്ടപ്പറമ്പ് പാടശേഖരത്തിലെ 100 ഏക്കർ നിലത്തിൽ നടത്തിയ നെൽകൃഷി. അതിന്ന് പൂർണ്ണമായും തരിശായി കിടക്കുകയാണ്. മറ്റൊന്ന് ആഴാങ്കോണം നീന്തൽക്കുളം. ഒട്ടനവധി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഒട്ടനവധി കുട്ടികൾ പരിശീലനം നടത്തിയിരുന്ന നീന്തൽക്കുളം ഇപ്പോൾ പൂർണ്ണമായും അടച്ചുപൂട്ടപ്പെട്ട് നാശമായി കിടക്കുകയാണ്. ഈ വഞ്ചൂരിൽ തന്നെ ഈ പരിപാടി നടക്കുന്ന ഇതിൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന മനോഹരമായ ബിൽഡിങ്, അത് ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ പദ്ധതി വിധത്തിൽ നിന്ന് ആധുനിക അറവുശാല, ഇവിടെ നേരത്തെ അറവുശാല ഉണ്ടായിരുന്നു, അതിൽ അത്ര ആധുനികമല്ല അല്ലാത്തത് കൊണ്ട് തന്നെ മാലിന്യ പ്രശ്നം ഉള്ളതുകൊണ്ട് ആധുനികമായ മെഷീനറി ഉപയോഗിച്ചുള്ള അറവുശാലയ്ക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് 2 കോടി രൂപ ഉപയോഗിച്ചു. അതിൽ 1 കോടി രൂപ അടുപ്പിച്ച് അതിൻ്റെ കെട്ടിട നിർമ്മാണം നടത്തി. അപ്പോഴാണ് ഈ ഭരണസമിതി വന്നത്. അവർ തടഞ്ഞിട്ടത് മൂലം അതിപ്പോൾ നാമാവശേഷമായി കിടക്കുന്നു. വഞ്ചൂര് കട്ടപ്പറമ്പ് അവനവഞ്ചേരിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കടത്തുവള്ളം ഉണ്ടായിരുന്നു. ഈ ഭരണസമിതി വന്നു, അത് നിർത്തി. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ, അതുപോലെ സ്കൂളിൽ രാവിലെ പ്രഭാത ഭക്ഷണം കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. ഈ ഭരണസമിതി വന്ന് അത് നിർത്തി. റോഡുകളുടെ ശോച്യാവസ്ഥ, ഒരു പുരോഗതിയും ഇല്ലാത്ത വിധത്തിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ തന്നെ തമസ്കരിച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഒരു 4 വർഷക്കാലമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അതിന് ഉള്ളിലുള്ള തന്നെ ഭരണസമിതിയിലെ അംഗങ്ങൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ചു. അതോടൊപ്പം തന്നെ കല്ലമ്പലത്ത് നടത്തിയൊരു മേള, അതിൽ അഴിമതി ഒക്കെ വന്നപ്പോൾ അതിൽ അഴിമതി ആരോപണം വന്നു. അതിൽ രൂക്ഷമായ അഭിപ്രായഭിന്നത BJPയുടെ തന്നെ ഭരണസമിതി അംഗങ്ങളിലുണ്ടായി. അവരിൽ നിന്ന് 2 പേര് രാജിവെച്ചു. അവിടെ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ, CPMൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അങ്ങനെ വരവാരം പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റം വന്നു. പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നു. അവിശ്വാസം അഴിമതിക്കെതിരെയുള്ള അവിശ്വാസമായിരുന്നു. അവിശ്വാസത്തിലുള്ള പ്രസിഡന്റ് സ്ഥാനപ്രശ്നമാക്കപ്പെട്ടു. അതിനുശേഷം വന്ന സജീർ രാജകുമാരി എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ LDFൻ്റെ ഘടകകക്ഷിയിൽപ്പെട്ട ജനതാദളിൻ്റെ സജീർ രാജകുമാരിയാണ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയതിൻ്റെ തുടർന്ന് വളരെ ചുരുക്കം കാലം കൊണ്ട് തന്നെ, നേരത്തെ പദ്ധതി വിഹിതം എന്ന് പറയുന്നത് 60-70% പ്ലാൻ ഫണ്ട് കിട്ടിയാൽ അത് ചെലവഴിക്കുകയാണ്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 96.5% പദ്ധതി വിഹിതം ചെലവഴിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് നാമാവശേഷമായി കിടന്നിരുന്ന റോഡുകളൊക്കെ തന്നെ അത് മെയിൻ്റനൻസ് ചെയ്ത് റിപ്പയർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. ബസ് സർവീസ് നിശ്ചലമായിരുന്നു. KSRTC ബസ് സർവീസ് വീണ്ടും കൊണ്ടുവന്നു. കടത്തുവള്ളം പുനഃസ്ഥാപിച്ചു. പ്രഭാത ഭക്ഷണം പുനഃസ്ഥാപിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവർ സുരക്ഷിതമായി തൊഴിലാളികൾക്ക് മെഷർമെൻറ്റ് അവരുടെ ഉപകരണങ്ങൾ, സുരക്ഷിത ഉപകരണങ്ങൾ അത് നൽകി. ഫസ്റ്റ് എയ്ഡ് കിറ്റ് നൽകി. ഇപ്പോൾ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വളരെ മുമ്പോട്ട് പോകുന്നു. എല്ലാ വീടുകളിലും ബിന്ന്, അവരുടെ മാലിന്യങ്ങൾ വേർതിരിച്ച് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ബിന്നുകൾ, അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ എല്ലാ വലിയൊരു മാറ്റമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് വരുന്ന നേട്ടങ്ങളൊക്കെ തന്നെ അത് തൻ്റേതാണെന്ന് വരുത്തി തീർക്കുന്ന നിലയിലുള്ള പ്രവർത്തനമാണ്. വീട് വീടാന്തരം കയറി ഇറങ്ങിയും ബോർഡ് വെച്ചും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ഇടയിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ അധികാരമുണ്ടായപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെല്ലാം നശിപ്പിച്ചിട്ട് പുതിയ ഭരണസമിതി വന്ന് ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ തൻ്റേതാക്കി വരുത്തി തീർക്കുവാൻ, അല്ലെങ്കിൽ BJPയുടേതായ എൻ്റെ കാലത്തായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചരണം ആണ് നടത്തുന്നത്. അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ്, അതായത് നമുക്കറിയാമല്ലോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു കഥാപാത്രമുണ്ടല്ലോ,
ആ 8 കിലോ മുഞ്ഞ്. 8 കാലി മമ്മുഞ്ഞ് നാട്ടിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ആർക്കൊക്കെ ഗർഭമുണ്ടായാലും ഏത് സ്ത്രീക്ക് ഗർഭമുണ്ടായാലും എൻ്റേതാണെന്ന് പറയുന്ന 8 കാലി മമ്മുഞ്ഞിനെ പോലെ പുതിയ ഭരണസമിതി ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ എൻ്റേതാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ബി കെയർഫുൾ, അത് ബി കെയർഫുൾ എന്ന് പറഞ്ഞുള്ള അവയർനെസ് ആണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക്. ഏതായാലും ഞാൻ ഈ നോട്ടീസ് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. കാരണം കരവാരം ഗ്രാമപഞ്ചായത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഭരണത്തിൻ്റെ എന്താ പറയുക, അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ ഭരണസമിതി നിലവിൽ വന്നതും. ഇപ്പോൾ CPM ആരോപിക്കുന്നത് ഇവർ കൊണ്ടുവരുന്ന പുതിയ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പിതൃത്വം BJPക്കാർ ഏറ്റെടുക്കുന്നു, വീട് വീടാന്തരം പ്രചരണം നടത്തുന്നു എന്നാണ് സുഭാഷ് ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. ഏതായാലും നല്ലത് സംഭവിക്കട്ടെ, നാട്ടുകാർക്ക് നല്ലത് സംഭവിക്കാൻ വേണ്ടിയാണ് നാട്ടുകാർ എല്ലാ മെമ്പർമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. നല്ലത് മാത്രം സംഭവിക്കട്ടെ. വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിക.